നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫ പങ്കെടുത്തു. ഗസയിലെ വെടിനിർത്തലിന്റെ ഭാവിയും യുദ്ധാനന്തര പലസ്തീൻ പുനർനിർമ്മാണവും ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അറബ് രാഷ്ട്ര നേതാക്കൾ കൈറോയിൽ ഒന്നിച്ചത്. അറബ് മേഖലയിലെ ഏറ്റവും സമ്പന്നമായ മൂന്നാമത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കി ബഹ്റൈൻ. ഐക്യരാഷ്ട്രസഭയുടെ പശ്ചിമേഷ്യയിലെ സാമ്പത്തിക സാമൂഹ്യ കമ്മീഷൻ നടത്തിയ പുതിയ പഠനത്തിലാണ് റാങ്കിംഗ്. ബഹ്റൈൻ മൂന്നാമത്തെ സമ്പന്ന അറബ് രാജ്യമായും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ 26ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. റിയൽ സൈസസ് ഓഫ് അറബ് എക്കണോമീസ് ബിറ്റ്വീൻ 2017 and 23 എന്ന ശീർഷകത്തിലുള്ള റിപ്പോർട്ട് ആഗോളതലത്തിലും അറബ് മേഖലയിലുമുള്ള രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക നിലയെ തുറന്നുകാട്ടുന്നു. റമദാനിൽ നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റും അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കനത്ത താക്കീത് നൽകി ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു. ലംഘനം നടത്തുന്ന വ്യാപാരികൾ നിയമത്തിന്റെ എല്ലാ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരുമെന്നും കടകൾ അടച്ചുപൂട്ടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും അനധികൃത വില വർധനകൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും എല്ലാവരും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. കേരളത്തിലെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. റാഗിംഗ് കർശനമായി തടയുന്നതിന് നിയമപരിഷ്കരണം അനിവാര്യം. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. റാഗിംഗ് തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ UGCയെ കക്ഷി ചേർത്തിട്ടുണ്ട്. നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ പഠനം നടത്തണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊങ്കാല സമയത്ത് പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിവതും കുറയ്ക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ശുദ്ധമായ കുടിവെള്ളവും വൃത്തിയുള്ളതും കേടില്ലാത്തതുമായ ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണെന്നും കൃത്യമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ സർക്കാർ വകുപ്പുകളും കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല നിലയിൽ തന്നെ ഉത്സവ കാര്യങ്ങൾ നടക്കുമെന്നതിന്റെ സൂചനയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന് MJ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ വീട് വെച്ച് നൽകും. വീടിന്റെ പണി പൂർത്തിയാക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ പണം നൽകും. പിതാവ് ഇക്ബാലിനെ വീട്ടിലെത്തി വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി യോഗത്തിലായിരുന്നു തീരുമാനം. ഷഹബാസിന്റെ ആഗ്രഹമായിരുന്നു വീടിന്റെ പണി പൂർത്തിയാക്കുക എന്നത്. അതേസമയം മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ടെലിവിഷനിലേക്ക് എത്തില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ CBFC നിരസിച്ചു. റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്തത്ര വയലൻസ് സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുമുള്ള വലിയ വിജയങ്ങളിലൊന്നായിരുന്നു മാർക്കോ. മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമാണ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ. അതേസമയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കൾ പ്രതികളാകുന്ന ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സിനിമകൾ ചെലുത്തുന്ന സ്വാധീനവും ചർച്ചയായിരുന്നു. ഇത്തരം ചർച്ചകളിൽ എടുത്തു പറയപ്പെട്ടിരുന്ന ചിത്രങ്ങളിലൊന്നാണ് മാർക്കോ. ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ വിമർശിച്ചവർ നിരവധിയായിരുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.